തമിഴ്നാട് മധുരൈ തിരുപ്പരൻകുന്றம் മുരുകക്ഷേത്രത്തിന് സമീപം മൃഗഹത്യ നടത്താനുള്ള ജിഹാദി ശ്രമത്തിനെതിരെ പ്രതിഷേധം ശക്തം. മലയിലെ ദർഗയുടെ പേര് പറഞ്ഞ ഭരണകക്ഷിയുടെ പിന്തുണയോടെ ക്ഷേത്രഭൂമി കൈയടക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കൊടുങ്കാറ്റായി മുരുകഭക്തർ. പ്രതിഷേധം ശക്തമായതോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. നിലവിൽ ക്ഷേത്രത്തിലേക്ക് രാഷ്ട്രീയ നേതാക്കൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ല. അതേസമയം സമൂഹമാധ്യമങ്ങളിൽ വീണ്ടും പ്രകോപന പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ഫെബ്രുവരി 18-ന് മൃഗഹത്യ നടത്തുമെന്നാണ് പോസ്റ്റർ. വിശദാംശങ്ങളുമായി മധുരൈ തിരുപ്പരൻകുന്றம் മുരുകക്ഷേത്രത്തിന് സമീപത്ത് നിന്ന് എം മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഈ ക്ഷേത്രത്തിന് സമീപത്താണ് ഈ ദർഗ വരുന്നത്. ഈ ദർഗയിലാണ് ഇപ്പോൾ മൃഗഹത്യ നടത്തുമെന്ന് ഇപ്പോൾ വീണ്ടും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദൃശ്യ, ഇതൊരു മലയാണ്. ഈ മലയിലാണ് തിരുപ്പരൻകുന്றம் മുരുകക്ഷേത്രവും അതോടൊപ്പം തന്നെ അതിന് മറുവശം കാശി വിശ്വനാഥ ക്ഷേത്രവും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇതിന് മുകളിലാണ് ഒരു ദർഗ ഉള്ളത്. ആ ദർഗയിലേക്ക് ഇത്തരത്തിൽ മൃഗങ്ങളെ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങളുടെ ആരംഭം. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ഒരു പടിക്കെട്ടിന് താഴെയാണ്. ഇവിടെ നിയന്ത്രണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഇവിടേക്ക് മറ്റ് മാധ്യമങ്ങളെയൊന്നും കടത്തിവിടുന്നില്ല. അതോടൊപ്പം തന്നെ ഇവിടേക്ക് എത്തുന്ന ഓരോ ഭക്തരുടെയും ID പ്രൂഫ് പരിശോധിച്ചതിന് ശേഷം മാത്രമേ മുകളിലേക്ക് കടത്തിവിടൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വീണ്ടും ഇത്തരത്തിലുള്ള ദൃശ്യ പറഞ്ഞ കാര്യം വീണ്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് വരുന്ന 18-ാം തീയതി ഈ ദർഗയിൽ മൃഗഹത്യ നടത്തുമെന്നുള്ളത് കാണിച്ചുകൊണ്ടാണ് ഒരു പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. മധുരൈ മുസ്ലിം ഐക്യ ജമാഅത്ത് എന്നുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പേരിലാണ് ആ പോസ്റ്റർ പ്രചരിക്കുന്നത്. എന്തായാലും അത്തരത്തിൽ ഒരു പ്രചരണമൊക്കെ നടക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ നിയന്ത്രണം ശക്തമാക്കിയുള്ളത്. നമുക്കിവിടെ പോലീസ് ഉദ്യോഗസ്ഥരെ കാണാം. അവരൊക്കെ തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരൊക്കെ വരുന്ന ഭക്തജനങ്ങളെ കൃത്യമായി പരിശോധിച്ച ശേഷമാണ് മുകളിലേക്ക് കടത്തിവിടുന്നത്. എന്തായാലും 648 പടികൾക്ക് മുകളിലാണ് ഈ ക്ഷേത്രം, കാശി വിശ്വനാഥ ക്ഷേത്രമുള്ളത്. അതിന് മറുവശമാണ് മുരുകക്ഷേത്രമുള്ളത്. അത്തരത്തിൽ ഇതിന് സമീപത്തായിട്ട് പള്ളിവാസൽ എന്നുള്ള ക്ഷേത്രമുണ്ട്. അത്തരം ഒരു ക്ഷേത്ര നഗരി, ആ ക്ഷേത്രങ്ങളുള്ള ഒരു മലയാണ് ഈ നമ്മൾ പുറകിൽ കാണുന്നത്. ഇവിടേക്കാണ് ഇത്തരത്തിൽ ഈ മൃഗഹത്യ നടത്തുവാനുള്ള ഒരു ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ അവസാനിച്ചതുപോലെയല്ല, വീണ്ടും അത്തരത്തിലുള്ള പ്രകോപനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ്, ആയിരങ്ങളാണ് ഇവിടേക്ക് എത്തിയത്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം നിലനിൽക്കുന്നതിനാൽ ഇതിന് സമീപത്ത് ഹിന്ദു മുന്നണിയുടെ നേതൃത്വത്തിൽ അത്തരത്തിൽ ഹൈന്ദവ സംഘടനകൾ ഒത്തുചേർന്നുകൊണ്ട് ഒരു മുരുക ഭക്തരുടെ ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. അതിലേക്കാണ് ഈ മുരുക മന്ത്രങ്ങളുമായി നിരവധിയായിട്ടുള്ള മുരുക ഭക്തർ അണിചേർന്നത്. എന്തായാലും ഇന്ന് രാവിലെ നമ്മളോടൊക്കെ പ്രതികരിച്ച നിരവധി പേരുണ്ട്. ഈ ക്ഷേത്രത്തിന് സമീപം വർഷങ്ങളായി തന്നെ കച്ചവടം ചെയ്തു വരുന്നവരും അതോടൊപ്പം ക്ഷേത്രത്തിൽ നിരന്തരമായി വരുന്ന ഭക്തരും അവരൊക്കെ നമ്മളോട് സൂചിപ്പിച്ചത് ഇത്രയും കാലം, അതായത് പല ശ്രമങ്ങളും മുൻപ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് കാലങ്ങൾക്ക് മുൻപ് തന്നെ ഈ ക്ഷേത്രം കൈയടക്കുവാനുള്ള ഒരു ശ്രമം ഉണ്ടായി. അതിനുശേഷം പല രീതിയിലും ശ്രമങ്ങളുണ്ടായി. പക്ഷേ പരസ്യമായി ഇത്തരത്തിലേക്ക് മൃഗങ്ങളെ കൊണ്ടുവരുന്ന ഒരു കാര്യം, അത് കഴിഞ്ഞ ഈ ഡിസംബറോടുകൂടിയാണ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാകുന്നത്. മൃഗങ്ങളെ അവിടേക്ക് പുറത്തു നിന്നുള്ള ആളുകൾ കൊണ്ടുവരുന്നു, എന്നിട്ട് മുകളിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തുന്നു. അവിടെ വെച്ച് മൃഗങ്ങളെ കൊല്ലണമെന്നുള്ള കാര്യം പറയുന്നു. അങ്ങനെ വീണ്ടും SDPIയുടെ പ്രവർത്തകർ അവിടെ എത്തുന്നു. പിന്നീട് അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ആസൂത്രിതമായിട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും അതിനുശേഷം MP വരുന്നു. MP വന്നത് വഖഫ് ബോർഡിൻ്റെ ആണെന്ന് പറയുന്നു. അത്തരത്തിൽ ഭരണകക്ഷിയുടെ പിന്തുണയോടുകൂടി ഈ സഖ്യകക്ഷികളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ MPമാരൊക്കെ വന്നുകൊണ്ട് ഈ SDPI ഉന്നയിക്കുന്ന ആവശ്യത്തിന് പിന്തുണ നൽകിക്കൊണ്ടാണ് ഇവിടെ ഓരോ ദിവസവും ഇങ്ങനെ കടന്നു പോകുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് 2 ദിവസം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു ഈ പ്രദേശത്ത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ നിയന്ത്രണങ്ങളോട് കൂടി ദർശനം അനുവദിക്കുന്നത്. എന്തായാലും ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസിദ്ധമായിട്ടുള്ള 6 പടൈ വീടുകളിൽ, അതായത് മുരുക ഭഗവാന് 6 പടൈ വീടുകളുണ്ട്. അത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. അതിൽ 6 പടൈ വീടുകളിൽ ആദ്യത്തെ ക്ഷേത്രമാണ് ഈ ക്ഷേത്രം.
ഇതിനോടനുബന്ധിച്ചാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ ക്ഷേത്രഭൂമി കൈയടക്കുവാനുള്ള ഒരു ശ്രമം ഇതിനു പിന്നിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആദ്യഘട്ടം മുതൽ തന്നെ ഇത്തരത്തിൽ ഈ ദർഗയുടെ പേര് പറഞ്ഞുകൊണ്ട് അത് ഓരോ ദിവസവും ഈ ദർഗ വീണ്ടും വീണ്ടും വലുതായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇവിടെയുള്ള ജനങ്ങളൊക്കെ പറയുന്നത്. അത്തരത്തിൽ ഒരു ആസൂത്രിതമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നു വരുന്നു. ക്ഷേത്രഭൂമി കൈയടക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ തങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് ഇവിടെയുള്ള മുരുക ഭക്തർ പറയുന്നുണ്ട്. നേരത്തെയും അതൊക്കെ ഇവിടെ സൗഹാർദ്ദപരമായി മുന്നോട്ട് പോകുമ്പോൾ പുറത്തു നിന്നുള്ളവർ ഇവിടേക്ക് എത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞത്. കാരണം അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ക്ഷേത്രഭൂമി തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ള അത്തരത്തിലുള്ള അവകാശവാദങ്ങളും തന്നെ ഉന്നയിക്കാതിരുന്നെങ്കിൽ ഇവിടെ സമാധാനപരമായി തന്നെ പോകുമായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇതിൻ്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ 1931 തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രിവി കൗൺസിലിൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. അതുമായി ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമായുള്ള ഈ കുന്ന്, അതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടും വിവരങ്ങളൊക്കെ തന്നെ ആ ജഡ്ജ്മെൻറ്റിൽ പറയുന്നുണ്ട്. അതായത് ഈ മലയുടെ മുകളിലുള്ള ഈ അവകാശം അത് ക്ഷേത്ര ഭൂമിയായി തന്നെ കരുതിക്കൊണ്ടാണ് അന്ന് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ അവകാശവാദങ്ങളൊക്കെ ഉയർന്നു വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും നിലവിലിപ്പോൾ നിയന്ത്രണങ്ങൾ ശക്തമാണ്. ഇവിടേക്ക് വരുന്ന ഓരോ ഭക്തൻ്റെയും കൃത്യമായും പരിശോധനകൾക്ക് ശേഷമാണ് മുകളിലേക്ക് കടത്തിവിടുന്നത്. ഇത് ആ ക്ഷേത്രത്തിൻ്റെ, മുരുകക്ഷേത്രത്തിൻ്റെ മറ്റൊരു വശമാണ്. ഇവിടെയാണ് ഈ കാശി വിശ്വനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ പടവുകളൊക്കെ തന്നെ അങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഭക്തർ രാവിലെ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഇനി വരും ദിവസങ്ങളിലും ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തും. നാളെയാണ് ഈ മുരുകക്ഷേത്രത്തിൽ ഈ തൈപ്പൂയവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ചടങ്ങുകൾ നടക്കുക. എന്തായാലും ഭക്തർ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിവാഹങ്ങൾ ഈ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനാൽ കൃത്യമായിട്ടുള്ള സുരക്ഷാ കാര്യങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇനിയൊരു പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൃത്യമായും നേരിടാൻ തങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യം തന്നെയാണ് ഹിന്ദു മുന്നണിയും അതോടൊപ്പം തന്നെ BJP അടക്കം മുന്നോട്ട് വെക്കുന്നത്. കാരണം അത്രയധികം ഭക്തരാണ് ഇവിടെ അന്ന് ആ ഒരു ദിവസം ഈ ക്ഷേത്രത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അണിനിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും അത്തരത്തിൽ തന്നെയാകും ഒരു ഐക്യമുണ്ടാകും എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ്. എന്നാൽ ഭരണകക്ഷി ഇതിന് എതിരായി, അതായത് ഈ സംഘടിച്ചവർക്കെതിരായാണ് ഭരണകക്ഷിയുടെ നിലപാട്. അവർക്ക് തന്നെ ഇത്തരത്തിൽ ഈ പ്രതിഷേധ സംഗമത്തിൽ അണിനിരുന്നവരെ അറസ്റ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ അന്ന് BJPയുടെയും അതോടൊപ്പം തന്നെ ഹിന്ദു മുന്നണിയുടെയൊക്കെ നേതാക്കളെ വീട്ടുതടങ്കലിൽ വയ്ക്കുകയൊക്കെ ചെയ്തു. അത്തരത്തിൽ ഈ ഭരണകക്ഷിയുടെ പിന്തുണയോടുകൂടി നടക്കുന്ന ഈ ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമാണ് ഈ വഖഫ് ബോർഡിൻ്റെ അവകാശവാദം, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ജിഹാദി ഈ ഒരു ശ്രമം, കൈയടക്കൽ ശ്രമം. വ്യക്തമാണ്. മനോജാണ് വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട് മധുരൈ തിരുപ്പുരൻകുണ്ട്രം മുരുകക്ഷേത്രത്തിന് സമീപം മൃഗഹത്യ നടത്താനുള്ള ജിഹാദി ശ്രമത്തിനെതിരെയാണ് പ്രതിഷേധം ശക്തമാക്കുന്നത്. ഫെബ്രുവരി 18 വീണ്ടും മൃഗഹത്യ നടത്തുമെന്നാണ് ഇപ്പോൾ വീണ്ടും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്.